نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. إن أريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. ഒരു ഹദീസ് അത് സ്ഥിരപ്പെട്ടാൽ അത് സിഹാകളിലാകട്ടെ സുനനുകളിലാകട്ടെ മുസ്നദുകളിലാകട്ടെ ആ ഹദീസുകൾ സ്വീകരിക്കുക എന്നുള്ളത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമാണ്. ആ ഹദീസ് നമ്മുടെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല, അതല്ലെങ്കിൽ നമ്മുടെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹദീസിനെ നിഷേധിക്കുക എന്നുള്ളത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയല്ല. ചില ഹദീസുകൾ, ഞാനിത് പ്രത്യേകം എടുത്തു പറയാനുള്ള കാരണം, സുനനുകളിലാണെങ്കിലും മുസ്നദുകളിലാണെങ്കിലും എന്ന് പറയാനുള്ള കാരണം, ചില ആളുകൾക്ക് ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ബുഖാരി തന്നെ ഉദ്ധരിക്കണം. അതാര് പറഞ്ഞ കായികയാണ്. ചില ഹദീസുകൾ നമ്മൾ പറയുമ്പോൾ അവർ പറയും ബുഖാരിയിൽ അത് ഉദ്ധരിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിക്കും. ഒരു ഹദീസ് സ്വീകരിക്കണമെങ്കിൽ ആ ഹദീസ് ബുഖാരിയിൽ തന്നെ ഉദ്ധരിച്ചിരിക്കണം എന്നുള്ള ഒരു ഷർത്തും അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ നിശ്ചയിച്ചിട്ടില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ഹദീസ് സ്വഹീഹാണെങ്കിൽ, അതാരുദ്ധരിച്ചതാണെങ്കിലും നമുക്കത് സ്വഹീഹായിട്ട് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വീകരിക്കുക എന്നുള്ളതാണ് ഈ വിഷയത്തിലുള്ള അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ഇവിടെ അടിവരയിട്ടുകൊണ്ടൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചില ഹദീസുകൾ മനുഷ്യന്റെ അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിക്കെതിരാകും, അതല്ലെങ്കിൽ ചില ഹദീസുകൾ നമ്മുടെ അനുഭവത്തിനെതിരാകും, അല്ലെങ്കിൽ നമ്മുടെ യുക്തിക്കെതിരാകും, നമ്മുടെ ബുദ്ധിക്കെതിരാകും. അങ്ങനെയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അത് അള്ളാഹുവിന്റെ വഹിയാണ്. അത് സ്വഹീഹാണെങ്കിൽ, സ്വഹീഹായിട്ടാണ് ആ ഹദീസ് നമുക്ക് ലഭിച്ചിട്ടുള്ളതെങ്കിൽ ആ ഹദീസ് വഹിയാണെന്നുള്ളത് മനസ്സിലാക്കി ആ ഹദീസിനെ നമ്മൾ സ്വീകരിക്കണം, അംഗീകരിക്കണം. സമീഅന വഅതഅന ആമന്ന വസല്ലംന. അതിന്റെ ഹിക്മത്ത് മനസ്സിലാക്കണം എന്നുള്ളത് നമുക്ക് വാശി പിടിക്കാൻ പാടില്ല. ചില ആളുകൾക്ക് ചില ഹദീസുകൾ സ്വീകരിക്കണമെങ്കിൽ അതിന്റെ ഹിക്മത്ത് അറിയണം, അതിന്റെ യുക്തി എന്താന്നുള്ളത് അറിയണം, എങ്കിലേ അവർ ഹദീസ് സ്വീകരിക്കുള്ളൂ. ഇത് യഥാർത്ഥത്തിൽ അഹ്ലുസുന്നത്തിന്റെ അഖീദക്കെതിരാണ്. ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും പല കിതാബുകളിലും, കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് വളരെയധികം റദ്ദ് കൊടുത്തിട്ടുള്ള ആളാണ് ഇബ്നുൽ ഖയ്യിമും അദ്ദേഹത്തിന്റെ ഉസ്താദും ഇബ്നു തൈമിയ്യ. അദ്ദേഹത്തിന്റെ പല ഗ്രന്ഥങ്ങളിലും അതേപോലെ തന്നെ അഹ്ലുസുന്നത്തിന്റെ അഖീദ വിശദീകരിച്ചിട്ടുള്ള അഖീദത്ത് ത്വഹാവി അടക്കമുള്ള അഖീദയുടെ ഗ്രന്ഥങ്ങളിലും വിശദീകരിക്കപ്പെട്ടുള്ള പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, ഇന്ന മബ്നിയൽ ഉബൂദിയ്യ വൽ ഈമാനി ബില്ലാഹി വ കുതുബിഹി വ റുസുലിഹി. ഇതിന്റെയൊക്കെ അടിത്തറ ഉബൂദിയ്യത്തിന്റെ, ഈമാൻ കാര്യങ്ങളിൽ കുത്തുബുകളാകട്ടെ റസൂലുകളിലാകട്ടെ, അത് ഈമാൻ കാര്യങ്ങളിലുള്ള വിശ്വാസം, ഇതിന്റെയൊക്കെ അടിത്തറ എന്താണ്? അല തസ്ലീം, തസ്ലീമിലാണ്, അത് അംഗീകരിക്കുക എന്നുള്ളതിലാണ്. അതേപോലെ അദമിൽ ഖൗലി ഫി തഫാസിലിൽ ഹിക്മത്തി, അതിന്റെ ഹിക്മത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പോയിന്റ് ഇതാണ്. അതിന്റെ ഹിക്മത്തിന്റെ വിശദാംശങ്ങൾ, ഒരു ഹദീസാണെങ്കിൽ ആ ഹദീസിന്റെ ഹിക്മത്ത് ചിലപ്പോൾ നമുക്ക് മനസ്സിലായിക്കൊള്ളുന്നില്ല. അപ്പൊ അതിന്റെ
വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. മനസ്സിലാണ്ടോ? അപ്പൊ തസ്ലീമും പിന്നെ അദ്ദേഹം പറഞ്ഞതാണ് അതിന്റെ ഹിക്മത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പ്രവേശിക്കാതിരിക്കുക. ഏത് വിഷയങ്ങളിൽ? ഫിൽ അവാമിരി വൻ നവാഹി വശറായി, കൽപ്പനകളിൽ, വിരോധങ്ങളിൽ, മതനിയമങ്ങളിൽ. ഈ വിഷയങ്ങളിലൊക്കെ അതിന്റെ ഹിക്മത്ത് എന്താണ് അത് അന്വേഷിച്ചിട്ട് പോകാതിരിക്കുക എന്നുള്ളതാണ്. ഇതാണെന്ത്? ഇതിന്റെ അടിത്തറ എന്നുള്ളത് ആര് വിശദീകരിക്കുകയാണ്? ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി വിശദീകരിക്കുകയാണ്. ചിലപ്പോൾ നമ്മുടെ അനുഭവത്തിന് തന്നെ എതിരാവും ചില ഹദീസുകൾ. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ, പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യയാണ്, ഉമ്മഹാത്തുൽ മുഅ്മിനീനാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. അവരുടെ ജീവിതത്തിൽ വരുന്നൊരു വിഷയം, അത് ഈ വിഷയത്തിൽ നമുക്കൊരു പാഠമാണ്. ആ ഹദീസ് ഞാൻ പറഞ്ഞുതരാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിക്ർ പഠിപ്പിച്ചു കൊടുത്തു. അതേത് സന്ദർഭത്തിൽ ചെല്ലേണ്ടതാണ് എന്നുള്ളതും പഠിപ്പിച്ചു കൊടുത്തു. ആ ഹദീസ് എങ്ങനെയാണ്? മാമിൻ മുസ്ലിമിൻ തുസീബുഹു മുസീബ, ഒരു മുസ്ലിമിന് ഒരു മുസീബത്ത് ബാധിച്ചാൽ, അത് ഏത് മുസീബത്താകട്ടെ, ഇന്നത് എന്നുള്ളതൊന്നും പറഞ്ഞിട്ടില്ല, ഒരു മുസ്ലിമിന് ഒരു മുസീബത്ത് ബാധിച്ചാൽ, ഫയഖൂലു മാ അമറഹുല്ലാഹു ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആ മുസീബത്ത് ബാധിച്ച സന്ദർഭത്തിൽ അള്ളാഹു അവനോട് കൽപ്പിച്ചത് എന്താണ് അത് അവൻ പറഞ്ഞു. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നുള്ളത് അവൻ പറഞ്ഞു. എന്നിട്ട് അതിനുശേഷം അവൻ പറയണം, അല്ലാഹുമ്മ ഉജ്റുനി ഫീ മുസീബത്തി, അള്ളാഹുവെ എന്റെ ഈ മുസീബത്തിൽ, എനിക്ക് ബാധിച്ചിരിക്കുന്ന ഈ വിഷമത്തിൽ, ഈ പ്രയാസത്തിൽ എനിക്ക് പ്രതിഫലം നൽകണം. വ അഖ്ലിഫ് ലീ ഖൈറൻ മിൻഹാ, ഇതിനേക്കാൾ നല്ലത് എനിക്ക് പകരം നൽകുകയും ചെയ്യണം. ഇന്നാലില്ല പറഞ്ഞു, എനിക്ക് ബാധിച്ച ഈ പ്രയാസത്തിൽ എനിക്ക് പ്രതിഫലം നൽകണമെന്ന് പറഞ്ഞു. ഇതിനേക്കാൾ നല്ലത് എനിക്ക് പകരം നൽകുകയും ചെയ്യണം എന്നുള്ളത് ഒരാൾ പറഞ്ഞാൽ, ഇല്ല അഖ്ലഫ അല്ലാഹു ലഹു ഖൈറൻ മിൻഹ, അതിനേക്കാൾ നല്ലത് അള്ളാഹു അവന് പകരം കൊടുത്തിട്ടല്ലാതെ, ഇതിനേക്കാൾ നല്ലത് ഇതവൻ ചെയ്ത, ഈ 3 കാര്യങ്ങൾ അവൻ ചെയ്ത, ഇതിനേക്കാൾ നല്ലത് അള്ളാഹു അവന് പകരം കൊടുക്കും. ഇതാണ് ഹദീസ്. ഉദ്ധരിക്കുന്നത് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ. ഹദീസ് മനസ്സിലായല്ലോ. അങ്ങനെ കാലത്ത് അവര് പറയണ്, ഫലമ മാത്ത അബൂ സലമ, അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരിച്ചു. ആരാണ് അബൂ സലമ? ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഭർത്താവ്. അന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം ചെയ്തിട്ടില്ല. അബൂ സലമ റളിയല്ലാഹു തആല അൻഹു മരിച്ചു. മരിച്ചപ്പോ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഖുൽതു, ഞാൻ പറഞ്ഞു, അയ്യുൽ മുസ്ലിമീന ഖൈറും മിൻ അബീ സലമ, അബൂ സലമയേക്കാൾ നല്ല ഒരു മുസ്ലിം ആരാണുള്ളത്? അബൂ സലമയേക്കാൾ നല്ല ഒരാള് ആരാണുള്ളത്? കാരണം അവ്വലു ബൈത്തിൻ ഹാജറ ഇലാ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് ഹിജ്റ പോയ ഒന്നാമത്തെ വീട് അബൂ സലമ റളിയല്ലാഹു അൻഹുവിന്റെ വീടാണ്. ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ മനസ്സിൽ വന്ന ഒരു സംശയം, കാരണം ഹദീസിലുള്ളത് എന്താ? ഇതിന്റെ ആശയം നിങ്ങൾ മനസ്സിലാക്കണം. ഹദീസിലുള്ളത് അതിനേക്കാൾ നല്ലത് അള്ളാഹു അവന് പകരം കൊടുക്കുമെന്നുള്ളതാണല്ലോ. ഈ പറഞ്ഞിട്ടുള്ള ഹദീസ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു കൊടുത്ത ഒരു കാര്യം നിഷേധിക്കുന്ന ആളല്ല, അത് അംഗീകരിക്കാത്ത ഒരാളല്ല. പക്ഷെ അവര് ചിന്തിച്ചത് അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ നല്ല ഒരാളെ ആരുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുള്ള ഈ ദുആ, ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള കാര്യം ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവരുടെ യുക്തിക്ക് എതിരാണോ? അല്ലേ? അവര് ചിന്തിച്ചത് അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നല്ല ഒരാള് ആരാണുള്ളത് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ? കാരണം അബൂ സലമ റളിയല്ലാഹുവിന്റെ ചരിത്രം നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മദീനയിലേക്ക് ഹിജ്റ പോകുന്നതിന് മുമ്പ് ഹബശയിലേക്ക് 2 തവണ ഹിജ്റ പോയിട്ടുണ്ട്. അതിൽ അബീസീനിയയിലേക്ക് ഹിജ്റ പോയപ്പോ അതിലാകെ ആദ്യം പ്രാവശ്യം പോയത് വിരലെണ്ണാവുന്ന 10-12 ആളുകളാണ്. ആ കൂട്ടത്തിലുള്ള ആളാണ് ആര്? അബൂ സലമ റളിയല്ലാഹു തആല അൻഹു. അതേപോലെ ഇസ്ലാമിലേക്ക് ആദ്യം കടന്നു വന്ന വിരലെണ്ണാവുന്ന ആൾക്കാരുണ്ടല്ലോ, 1, 2, 3, 4, 5, 6, 7, 8, 9. അതിൽ ആദ്യത്തെ ആ ഒരു 10, 11, 12 ആ ഒരു പിന്നെ ആദ്യം കടന്നു വന്ന ആളുകളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്ന ആളാണ് ആര്?
അബൂ സലമ റളിയല്ലാഹു തആല അൻഹു. അതേപോലെ തന്നെ മദീനയിലേക്ക് ഹിജറ പോയ കൂട്ടത്തിൽ ചരിത്രം പരിശോധിക്കുമ്പോൾ ആദ്യം മദീനയിലേക്ക് ഹിജറ പോയത് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു ആണ് എന്നുള്ളത് ചരിത്രത്തിൽ വന്നിട്ടുണ്ട്. അതിനുശേഷമാണ് പിന്നീട് ബാക്കിയുള്ള ആളുകൾ പോയത്. അപ്പോ അതേപോലെ തന്നെ ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ഉഹദ് യുദ്ധത്തിൽ അദ്ദേഹത്തിന് മുറിവ് പറ്റി. ആ മുറിവ് കുറച്ച് പ്രയാസകരമായ പിന്നീട് അദ്ദേഹം മരണപ്പെടുകയാണ് ചെയ്യുന്നത്. പിന്നീട് അദ്ദേഹത്തിന്റെ കുടുംബം, അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊണ്ടാണ് ഹിജറ പോകുന്നത്. പിന്നെ മദീനയിലേക്ക് ഹിജറ പോകുമ്പോൾ ഉണ്ടായ സംഭവങ്ങൾ ചരിത്രത്തിൽ വളരെ പ്രസിദ്ധമാണ്. ഇങ്ങനെ ഒരുപാട് ഫضലുകളുള്ള ഒരു സഹാബിയാണ് അബൂ സലമ റളിയല്ലാഹു തആല അൻഹു. അപ്പൊ ഈ ഹദീസിൽ പറഞ്ഞ കാര്യം വ്യക്തിപരമായി നോക്കുമ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ അനുഭവത്തിനെതിരാണ്. അവര് ചിന്തിക്കുന്നത് ഈ ഒരു അബൂ സലമ റളിയല്ലാഹു അൻഹുവിനേക്കാൾ നല്ലൊരാള് മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ ആരാളുള്ളത്? ശരിയല്ലേ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ അനുഭവത്തിനെതിരാണ് ഹദീസിൽ പറഞ്ഞ കാര്യം. കാരണം ഇതിനേക്കാൾ നല്ല ഹൈർ എനിക്ക് പകരം കൊണ്ടാന്നുള്ളതാണ് അള്ളാഹുവിനുള്ള ഹദീസിൽ ചോദിക്കുന്നത്. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയണം, സുമ്മ ഇന്നി ഖുൽതുഹ, പക്ഷെ ഞാൻ ആ പ്രാർത്ഥന പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ അല്ലാഹുമ്മ അജ്റുനി ഫീ മുസീബതി വഅഖ്ലിഫ് ലി ഖൈറൻ മിൻഹാ. ആ പ്രാർത്ഥന ഞാൻ പറഞ്ഞു. എന്നിട്ട് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഫഖലഫല്ലാഹു ലി റസൂലല്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹു എനിക്ക് പകരം തന്നത് അള്ളാഹുവിന്റെ റസൂലിനെയാണ്. ഇത് മുസ്ലിമിന്റെ റിപ്പോർട്ടാണ് ഞാൻ വായിച്ചത്. പിന്നീട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയെ വിവാഹം അന്വേഷിച്ചു. അവർ ചില കാരണങ്ങൾ പറഞ്ഞു, ചില പ്രയാസങ്ങൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അവതരിപ്പിച്ചു. അതിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചില നിർദ്ദേശങ്ങൾ കൊടുത്തു. അങ്ങനെ ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹ മുഅ്മിനീങ്ങളുടെ മാതാവായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരെ വിവാഹം ചെയ്തു. ഞാൻ ഈ ഹദീസ് ഉദ്ധരിച്ചത് എന്തിനാണ്? ചില ഹദീസുകൾ നമ്മുടെ അനുഭവത്തിനെതിരാണ്, പക്ഷെ ഹദീസ് വഹിയാണ്. ഈ ഹദീസിൽ പറഞ്ഞിട്ടുള്ള തത്വം അത് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെ സംബന്ധിച്ചിടത്തോളം അവര് ഒരു മനുഷ്യനെന്ന നിലക്ക് അവർ ചിന്തിച്ചതാണ്. അബൂ സലമ റളിയല്ലാഹു തആല അൻഹുവിനേക്കാൾ ഖൈറായ ഒരാളെ എനിക്ക് എങ്ങനെ കിട്ടുമെന്നുള്ളതാണ്. ഈ ഹദീസ് നമുക്ക് കിട്ടുന്ന പാഠം, ഇതിനൊരുപാട് ഫായിദകൾ പറഞ്ഞിട്ടുള്ള ഹദീസാണ്. ഇങ്ങനെ ചില ഹദീസുകൾ ഉണ്ടാവും നമ്മുടെ അനുഭവത്തിനെതിരാവും, നമ്മുടെ ബുദ്ധിക്കെതിരാവും, നമ്മുടെ യുക്തിക്കെതിരാവും. പക്ഷെ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ അസ്ല് അഖീദ ആമന്ന വസല്ലംന, തസ്ലീമാണ്, ഇസ്തിസ്ലാമാണ്. അതാണ് ഇസ്ലാമിന്റെ അടിത്തറ. ഈമാൻ കാര്യങ്ങളുടെയും ഇസ്ലാം കാര്യങ്ങളുടെയും അടിത്തറ അതാണ്. ആ ഹദീസുകൾ അംഗീകരിക്കുക എന്നുള്ളതാണ്. കാരണം ഹദീസ് വഹിയാണ്. ഹദീസ് എന്നുള്ളത് അള്ളാഹുവിന്റെ വഹിയാണ്. അപ്പൊ ഇതാണ് ഉമ്മു സലമ റളിയല്ലാഹു തആല അൻഹയുടെ ഈ സംഭവത്തിൽ നമുക്ക് കിട്ടുന്ന പാഠം. ഹുദൈബിയ സന്ധി, ബദർ യുദ്ധം, ഖന്തഖ് യുദ്ധം, ഇതിനൊക്കെ ശേഷമാണ് ഹുദൈബിയ സന്ധി ഹിജറ 6ാമത്തെ വർഷം നടക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വപ്നം കണ്ടു. അങ്ങനെ 1400ഓളം സഹാബികളുണ്ട്. 1400ഓളം സഹാബികളുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് മദീനയിൽ നിന്നും മക്കയിലേക്ക് പുറപ്പെട്ടു. ഹുദൈബിയയിൽ വെച്ചുകൊണ്ട് ശത്രുക്കൾ അവരെ തടഞ്ഞു. മുസ്ലിങ്ങളുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ല. അവർ സാധാരണ യാത്രക്ക് ഉപയോഗിക്കുന്ന ആയുധങ്ങളല്ലാതെ, വാളല്ലാതെ മറ്റൊന്നും അവരുടെ കയ്യിലുണ്ടായിരുന്നില്ല. കാരണം അവരൊരു യുദ്ധത്തിന് പോയതല്ല. അവരെ മുശ്രിക്കുകൾ തടഞ്ഞു. പിന്നീട് സുഹൈൽ ഇബ്നു അംർ റളിയല്ലാഹു തആല അൻഹു സന്ധി സംഭാഷണത്തിന് വേണ്ടി മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നു. അതിന്റെ ഇടക്ക് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനെ മക്കത്തേക്ക് പറഞ്ഞയച്ചു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടു എന്നുള്ള വാർത്ത മുസ്ലിങ്ങൾക്ക് ലഭിച്ചു. ആ വാർത്ത കിട്ടിയ സമയത്ത് എല്ലാവരും പ്രതിജ്ഞ ചെയ്തു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ബൈഅത്ത് ചെയ്തു. അതിന് പകരം ചോദിക്കും, മരണം വരിക്കാൻ ഞങ്ങൾ സന്നദ്ധരാണ്, ഈ മാർഗത്തിൽ കൊല്ലപ്പെടാൻ ഞങ്ങൾ ഒരുക്കമാണ്. അതിനെക്കുറിച്ച് ഖുർആനിൽ പരാമർശിച്ചിട്ടുണ്ട്. ബൈഅത്ത് റിളവാൻ അല്ലെങ്കിൽ ബൈഅത്തു ഷജറ, ആ മരത്തിന്റെ അടുത്ത് വെച്ചിട്ടുള്ള കരാറ്. പിന്നീട് ഉസ്മാൻ റളിയല്ലാഹു അൻഹു തിരിച്ചു വന്നു. അതൊരു കിംവദന്തി പരന്നതായിരുന്നു.
എന്നാലും മക്കയിലേക്ക് ഉംറ നിർവഹിക്കുന്നതിന് വേണ്ടി പ്രവേശിക്കാൻ മുസ്ലിങ്ങളെ ശത്രുക്കൾ അനുവദിച്ചില്ല. പിന്നീട് സുഹൈൽ ബിൻ അംർ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് വന്നു. അങ്ങനെ ശത്രുക്കളുടെ ഭാഗത്ത് നിന്ന് സുഹൈൽ ബിൻ അംർ, മറുഭാഗത്ത് നിന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഞങ്ങൾ യുദ്ധത്തിന് വന്നതല്ല, ഞങ്ങൾ ഉംറ നിർവഹിച്ച് തിരിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് വന്നതാണ്. സുഹൈൽ ബിൻ അംർ പറഞ്ഞു, നടക്കൂല. പ്രശ്നങ്ങളായി, ചില വിഷയങ്ങളായി. അവസാനം ചില കരാറുകൾ, സന്ധികൾ ഏതാന്നുള്ളത് തീരുമാനത്തിലെ ചില കരാറുകൾ, ഉടമ്പടികൾ എഴുതി. ആ ഉടമ്പടിയിലേക്കാണ് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ കൊണ്ടുവരുന്നത്. ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട ഒരുപാട് പാഠങ്ങൾ, പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പഠിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം പ്രതിരോധത്തിന് വേണ്ടി എന്ന പേരിൽ മുസ്ലിങ്ങളെ സംഘടിപ്പിക്കുകയും അവരുടെ രക്തത്തിന് തീപിടിപ്പിക്കുന്ന രൂപത്തിലുള്ള ബദറിന്റെയും ഉഹദിന്റെയും ഒക്കെ കഥകൾ പറഞ്ഞുകൊണ്ട് അവരെ ത്രസിപ്പിക്കുന്ന പ്രഭാഷണങ്ങൾ നടത്തി അവരെ വഴിതെറ്റിക്കുന്ന തീവ്രവാദത്തിലേക്ക് കൊണ്ടുപോകുന്ന ശ്രമങ്ങളൊക്കെ നമ്മുടെ നാട്ടിൽ ധാരാളമുണ്ട്. അപ്പൊ ഹുദൈബിയ സന്ധി എന്നുള്ളത് പ്രത്യേകിച്ചും ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് പഠിക്കാനുള്ള ഒരുപാട് പാഠങ്ങളുണ്ട്. നമുക്കതിനെ സംബന്ധിച്ച് പിന്നീട് വിശദീകരിക്കാം. ഞാൻ പറഞ്ഞു വരുന്നത്, ഇങ്ങനെ സുഹൈൽ ബിൻ അംറുമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കരാറുണ്ടാക്കി. ആ കരാറുകൾ ഞാനത് മലയാളത്തിൽ പറഞ്ഞു പോവുകയാണ്. ആ കരാർ എന്തായിരുന്നു? ഈ വർഷം ഉംറ ചെയ്യാൻ പറ്റില്ല, തിരിച്ചു പോകണം. അടുത്ത വർഷം വേണമെങ്കിൽ വന്നിട്ട് ഉംറ ചെയ്യാം, ഈ വർഷം തിരിച്ചു പോകണം. ഇത് അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കരാറാണോ? ഈ വർഷം അനുവദിക്കുകയില്ല ഉംറ ചെയ്യാനും മക്കയിൽ പ്രവേശിക്കാനും, തിരിച്ചു പോകണം. ഒരു കരാറ്. രണ്ടാമത്തെ കരാറ്, ഇനി 10 കൊല്ലം പരസ്പരം യുദ്ധം ചെയ്യാൻ പാടില്ല. അതാണ് രണ്ടാമത്തെ കരാറ്. മൂന്നാമത്തെ കരാറ്, മക്കയിൽ നിന്ന് ആരെങ്കിലും മുസ്ലിങ്ങളായിക്കൊണ്ട് മദീനത്തേക്ക് വന്നാൽ, മുസ്ലിങ്ങളുടെ അടുത്തേക്ക് വന്നാൽ അവരെ തിരിച്ചേക്കണം. അതാണ് കരാർ. ഇങ്ങനെ പ്രധാനപ്പെട്ട ചില കരാറുകൾ. കരാർ എഴുതിയ സന്ദർഭത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മുഹമ്മദുൻ റസൂലുള്ളാഹി എന്ന് എഴുതാൻ വേണ്ടി പറഞ്ഞു. സുഹൈൽ ബിൻ അംർ അത് തടഞ്ഞു. താങ്കൾ അള്ളാഹുവിന്റെ റസൂലാണ് എന്നുള്ളത് ഞങ്ങൾ അംഗീകരിക്കുകയാണെങ്കിൽ പിന്നെന്തിന് ഞങ്ങൾ നിന്നോട് യുദ്ധം ചെയ്യണം? നിന്നെന്തിന് ഞങ്ങൾ തടയണം? അതുകൊണ്ട് റസൂലുള്ളാഹി എന്നുള്ളത് വെട്ടണം. എന്നിട്ട് മുഹമ്മദ് ഇബ്നു അബ്ദില്ല എന്ന് എഴുതണം. അങ്ങനെ എഴുതി. സുഹൈൽ പറഞ്ഞത് വെട്ടാൻ പറഞ്ഞു, റസൂലുള്ള വെട്ടി എഴുതി. ഈ കരാറുണ്ടാക്കുന്നത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സുഹൈൽ പറഞ്ഞു, ആരാണ് റഹ്മാൻ, ആരാണ് റഹീം? ആ റഹ്മാനിനെ ഞങ്ങൾക്ക് പരിചയമല്ല, വെട്ടണം. റഹ്മാൻ എന്നുള്ളത് വെട്ടണം, റഹീം എന്നുള്ളത് വെട്ടണം. എന്നിട്ട് ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതണം. റസൂലുള്ളാഹി, സഹാബികൾ മടിച്ചു. അലി റളിയല്ലാഹു അൻഹു ആണ് കരാർ എഴുതുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, വെട്ട്. എന്നിട്ട് ബിസ്മിക അല്ലാഹുമ്മ എന്ന് എഴുതുന്നതിന് വേണ്ടിയിട്ട് പറഞ്ഞു. ഈ കരാർ എഴുതിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലാണ് അബൂജന്തൽ കൈകളിൽ ചെങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് വരുന്നത്. അബൂജന്തൽ മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് കരാർ എഴുതുന്നതിന് വേണ്ടി വന്നിട്ടുള്ള സുഹൈൽ ബിൻ അംറിന്റെ മകനാണ് അബൂജന്തൽ. അദ്ദേഹം പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, മക്കത്ത് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കൈകളിൽ ചങ്ങലകൾ ബന്ധിച്ചുകൊണ്ട് അബൂജന്തൽ വന്നു. അബൂജന്തൽ റസൂലുള്ളാഹിനോട് പറയുന്നുണ്ട്, ഞാൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്, എന്നെ രക്ഷപ്പെടുത്തണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അബൂജന്തലിനെ ഞങ്ങൾക്ക് വിട്ടുകിട്ടണം. സുഹൈൽ പറഞ്ഞു, നമ്മൾ കരാർ എഴുതി. എന്താണ് കരാറിലുള്ളത്? മുസ്ലിങ്ങളുടെ ഭാഗത്തേക്ക് വന്നാൽ, മുസ്ലിങ്ങളായിക്കൊണ്ട് ആരെങ്കിലും വന്നാൽ അവരെ തിരിച്ചയക്കണമെന്നുള്ളതാണ്. അതുകൊണ്ട് അബൂജന്തലിനെ വിട്ടുതരില്ല. ആ ഹദീസിന്റെ അവസാന ഭാഗത്ത് കാണാം, അബൂജന്തല്, മുസ്ലിങ്ങളെ, ഞാൻ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്നെ പീഡിപ്പിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ശത്രുക്കളിലേക്ക് എന്നെ വിട്ടുകൊടുക്കുകയാണോ? ഞാൻ അള്ളാഹുവിന്റെ മാർഗത്തിൽ പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞതായിട്ട് ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല. സുഹൈൽ പറഞ്ഞു, അംഗീകരിക്കില്ല, അവനെ വിട്ടുതരില്ല, അബൂജന്തലിനെ വിട്ടുതരില്ല. അങ്ങനെ അബൂജന്തലിനെ തിരിച്ചയച്ചു.
ഈ കരാറുകൾ, അതിന്റെ ഒരു ചെറിയ രൂപം മാത്രം, ചെറിയൊരു വിശദീകരണം മാത്രം. ഈ കരാറുകൾ ഞാൻ ചോദിക്കട്ടെ, ഈ കരാർ സുഹൈൽ ബിൻ അംറുമായിട്ടുണ്ടാക്കിയ ഈ കരാറ് ഇത് പരാജയമാണോ വിജയമാണോ? ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം അവൻ ഈ വിഷയം ചിന്തിക്കേണ്ടതുണ്ട്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇബറത്തുകൾ നൽകുന്ന, ഒരുപാട് ഫായിദകൾ നൽകുന്ന ഒരു കരാർ, അതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളാണിത്. ഹുദൈബിയ സന്ധിയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ. ഞാൻ ചോദിക്കട്ടെ, ഒരു മനുഷ്യന്റെ ബുദ്ധിക്ക് ഈ കരാറ് വിജയമാണോ പരാജയമാണോ? ഈ കരാറിൽ എഴുതിയിട്ടുള്ള കാര്യങ്ങൾ ഒരാളുടെ യുക്തിയെ സംബന്ധിച്ചിടത്തോളം, ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം അത് പരാജയമാണ്. കാരണം ആ രൂപത്തിലുള്ള തീരുമാനങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഉമർ റളിയല്ലാഹു അൻഹു വാളെടുത്തു. അദ്ദേഹം റസൂലുള്ളാഹിനോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ അള്ളാന്റെ റസൂല് തന്നെയല്ലേ? നമ്മൾ സത്യത്തിൽ തന്നെയല്ലേ? അവർ ശത്രുക്കൾ തന്നെയല്ലേ? പിന്നെന്തിന് ഈ നിന്ദ്യത, ഈ അധമത്വം നമ്മൾ എന്തിനു പേറി തിരിച്ചു പോകണം? നമുക്ക് അവരുമായിട്ട് യുദ്ധം ചെയ്തുകൂടെ എന്ന് പോലും ചോദിക്കുന്നുണ്ട് ഉമർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ട്. അള്ളാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് അള്ളാഹുവിന്റെ തീരുമാനമാണ്. കാരണം ഇതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ശത്രുക്കളുടെ മുന്നിൽ മുസ്ലിങ്ങൾ അടിയറവ് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ കരാർ. മനസ്സിലാക്കിയാൽ, ഈ കരാർ വായിച്ചാൽ ഏതൊരാൾക്കും ബോധ്യപ്പെടുക അതാണ്. മുസ്ലിങ്ങൾ ഭീരുക്കളായി തീർന്നിരിക്കുന്നു, മുസ്ലിങ്ങൾ പരാജിതരായി തീർന്നിരിക്കുന്നു. ഏകപക്ഷീയമായൊരു തീരുമാനം എന്ന് വേണമെങ്കിൽ പറയാം. തീർത്തും ഏകപക്ഷീയമായൊരു തീരുമാനം. ഒരു മനുഷ്യൻ അല്ലെ, ഒരാളുടെ ബുദ്ധിയെ സംബന്ധിച്ചിടത്തോളം ഈ തീരുമാനങ്ങൾ എന്നുള്ളത് ഏകപക്ഷീയമായൊരു തീരുമാനം. എന്നാൽ ഇതിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് എന്താ? ഇന്നാ ഫതഹ്നാ ലക ഫതഹൻ മുബീന. തീർച്ചയായും ഞാൻ നിനക്ക് പ്രത്യക്ഷമായൊരു വിജയം നൽകിയിരിക്കുന്നു. സൂറത്ത് ഫതഹിൽ ഒരു മനുഷ്യന്റെ കണ്ണിൽ തീർത്തും പരാജയമെന്ന് തോന്നിക്കുന്ന കരാറുകൾ, ആ ഹുദൈബിയ സംബന്ധിച്ച് അള്ളാഹു വഹി ഇറക്കിക്കൊണ്ട് പറഞ്ഞത് ഞാൻ നിനക്ക് പ്രത്യക്ഷമായ വിജയം നൽകിയിരിക്കുന്നു, വ്യക്തമായൊരു വിജയം ഞാൻ നിനക്ക് നൽകിയിരിക്കുന്നു. ഈ ആയത്തിന്റെ തഫ്സീറിൽ സ്വഹാബികൾ പറയുന്നുണ്ട്, നിങ്ങൾ ഫത്തഹിനെ കുറിച്ച് പറയാറുള്ളത് മക്കം ഫത്തഹിനെ സംബന്ധിച്ചാണ്. എന്നാൽ ഈ ഫത്തഹിനെ സംബന്ധിച്ച് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത് അത് ഹുദൈബിയ സന്ധിയാണ്. ഇവിടെ ഇതിനെ സംബന്ധിച്ച് ഖുർആൻ എന്ത് പറഞ്ഞു? ഇത് വ്യക്തമായ വിജയം. ആ കരാറുകൾ വായിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്താണ്? മുസ്ലിങ്ങൾ തീർത്തും പരാജയപ്പെട്ടു, മുസ്ലിങ്ങൾ ശത്രുക്കളുടെ മുന്നിൽ അടിയറ പറഞ്ഞു. ഇനി ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ചരിത്രം മൊത്തം 19 വർഷം, അതായത് 11 വർഷം 10 വർഷം മക്കയിൽ, പിന്നീട് 13 വർഷം മക്കയിൽ, 13 കൊല്ലം മക്കയിൽ, 6ാമത്തെ വർഷം ഹുദൈബിയ സന്ധി, 19 വർഷം. ഹുദൈബിയ സന്ധിക്ക് ശേഷമുള്ള ഇസ്ലാമിന്റെ ചരിത്രം ആ 19 വർഷങ്ങളിൽ ഉണ്ടായ വളർച്ചയേക്കാൾ 10 ഇരട്ടി മുസ്ലിങ്ങൾ വളർന്നു. ഹുദൈബിയ സന്ധി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് 1400ഓളം ആളുകൾ. ചില എണ്ണത്തിൽ ചില ചില്ലറ മാറ്റങ്ങൾ ഉണ്ടാകും. 1400ഓളം ആളുകളാണ് ഹുദൈബിയ സന്ധിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. 6ാം വർഷം. പിന്നീട് ഹിജറ 8ാം വർഷം മക്ക വിജയം നടക്കുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത് 10,000ഓളം ആളുകളാണ്. അതിനുശേഷം പിന്നീട് 2 വർഷം കഴിഞ്ഞതിന് ശേഷം ഹജ്ജത്തുൽ വദാഇന്റെ സന്ദർഭത്തിൽ റസൂലുള്ളാഹിന്റെ കൂടെ ഉണ്ടായിരുന്നത് ഏതാണ്ട് 1,00,000ഓളം ആളുകളാണ്. എണ്ണത്തിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടാകും. മാത്രമല്ല, അന്ന് മുശ്രിക്കുകളുടെ ഭാഗത്ത് നിന്ന് കരാർ എഴുതുന്നതിന് വേണ്ടി വന്ന സുഹൈൽ ബിൻ അംർ പിന്നീട് ഇസ്ലാം മതം സ്വീകരിച്ചു. സുഹൈൽ ബിൻ അംർ മുസ്ലിമായി. ഹുദൈബിയയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെയും സ്വഹാബികളെയും തടുക്കുന്നതിന് വേണ്ടി അന്ന് ഉണ്ടായിരുന്ന അംർ ബിൻ അൽ അസ് റളിയല്ലാഹു അൻഹു, അതേപോലെ തന്നെ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അന്ന് മുശ്രിക്കുകളായിരുന്നു. ഹുദൈബിയ സന്ധിയുടെ ആ സന്ദർഭത്തിൽ ഖാലിദ് ബിൻ വലീദ് റളിയല്ലാഹു അൻഹുവിന്റെ ആ നീക്കങ്ങൾ ഒക്കെ നമ്മൾ ചരിത്രത്തിൽ നമ്മൾ ഒരുപാട് വായിക്കുന്നുണ്ട്. ഖാലിദ് ബിൻ വലീദ് മുസ്ലിമായി, അംർ ബിൻ അൽ അസ് റളിയല്ലാഹു അൻഹു മുസ്ലിമായി,
ഉസ്മാൻ ബിൻ തുൽഹ റളിയല്ലാഹു അൻഹു മുസ്ലിം. ഇങ്ങനെ പ്രഗത്ഭരായ ആളുകളൊക്കെ അതിനുശേഷം പിന്നീട് മുസ്ലിങ്ങളായിട്ട് മാറി. കിസ്റ കൈസർ ചക്രവർത്തിമാർക്ക് ഇസ്ലാമിന്റെ സന്ദേശം വിശദീകരിച്ചുകൊണ്ട് കത്തുകൾ അയച്ചു. അതിന്റെ മുമ്പ് ഇതിനുള്ള സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതേപോലെ തന്നെ സിറിയയിലേക്ക് പോകാൻ, അതേപോലെ തന്നെ അയൽ രാജ്യങ്ങളിലേക്ക് പോകാൻ ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല. പക്ഷെ ഈ കരാറോടുകൂടി എന്താണ്? 10 വർഷക്കാലം യുദ്ധമില്ല എന്നുള്ളതാണ്. ഈ കരാറോടുകൂടി മുസ്ലിങ്ങൾക്ക് ആ വാതിലുകൾ തുറന്നു കിട്ടി. ഇസ്ലാമിന്റെ പ്രചരണം നടന്നു, ആദർശ പ്രബോധനം നടന്നു. അതുകൊണ്ട് തന്നെ മുസ്ലിങ്ങൾ കൂട്ടമായിക്കൊണ്ട് മുസ്ലിങ്ങളല്ലാത്തവർ കൂട്ടമായിക്കൊണ്ട് അവർക്ക് ഇസ്ലാമിന്റെ സന്ദേശം കിട്ടുകയും അവർ ഇസ്ലാമിലേക്ക് കടന്നു വരികയും ചെയ്തു. ഇങ്ങനെ ഒരുപാട് നേട്ടങ്ങൾ ഈ 10 വർഷം കൊണ്ട് മുസ്ലിങ്ങൾക്ക് ഉണ്ടായി. അതിനിടയ്ക്ക് അവർ കരാർ ലംഘിക്കുന്നുണ്ട്. ഈ ഹുദൈബിയ സന്ധിക്ക് ഈ കരാറിന് ശേഷം മുസ്ലിങ്ങൾക്ക് ഉണ്ടായി. പക്ഷെ ഈ കരാർ എഴുതുമ്പോ കൂടെ ഉണ്ടായിരുന്ന ആളുകൾ പോലും വിചാരിച്ചത് എന്തായിരുന്നു? ഉമർ റളിയല്ലാഹുവിന്റെ നേരത്തെ പറഞ്ഞ ചോദ്യം ഞാൻ പറഞ്ഞല്ലോ. അപ്പോ ഇത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ യുക്തിക്കും നമ്മുടെ അനുഭവത്തിനും എതിരായിരിക്കും. പക്ഷെ ഹദീസ് എന്നുള്ളത് വഹിയാണ്. അതിനാണ് ഞാൻ ഈ സംഭവം ഉദ്ധരിച്ചത്. ഹദീസ് എന്നുള്ളത് വഹിയാണ്. അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ഈ സംഭവം. ഹുദൈബിയ സന്ധി എന്നുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ട്. അപ്പൊ തീർത്തും പരാജയമെന്ന് മനുഷ്യന്റെ ബുദ്ധി കൊണ്ട് തോന്നുന്ന ഒരു സംഭവം, ഒരു കരാറിനെ സംബന്ധിച്ച് ഖുർആൻ അത് വിജയമാണെന്ന് പറഞ്ഞു. പിന്നീടുള്ള ചരിത്രം ആ ഖുർആൻ പറഞ്ഞതിനെ സത്യപ്പെടുത്തി. ഇതുമായിട്ട് ബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് പിന്നീട് ചരിത്രത്തിൽ പരിശോധിക്കാം. ഞാൻ എന്റെ വിഷയം അതല്ല, ഹുദൈബിയ സന്ധി വിശദീകരിക്കലല്ല, അത് നമുക്ക് പിന്നീട് പറയാം. ഞാൻ പറഞ്ഞു വരുന്നത് ഇത് ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഉണ്ടാകും, അത് ഹദീസുകളിൽ ഉണ്ടാകും. അത് ഏത് ഹദീസാണെങ്കിലും ഇന്ന് ഇവരൊക്കെ പരിഹസിച്ചുകൊണ്ടിരിക്കുന്ന ഹദീസുകൾ, അള്ളാഹുവിന്റെ സിഫാത്തുകളുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ, നേരത്തെ പറഞ്ഞതുപോലെ ഈച്ചയുമായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ, ചന്ദ്രൻ പിളർന്നു അതിനായിട്ട് ബന്ധപ്പെട്ട ഹദീസുകൾ, കണ്ണേറ്, സിഹിർ, അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയാണല്ലോ. ജിന്ന് മനുഷ്യന്റെ ശരീരത്തിൽ കൂടുമോ, ജിന്ന് മനുഷ്യനിൽ രോഗം ഉണ്ടാക്കുമ്പോ, ഇതൊക്കെ അന്ധവിശ്വാസമായിട്ട് ചില ആളുകൾ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ വിഷയത്തിൽ സ്വഹീഹായ ഹദീസുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ അന്ധവിശ്വാസം, ഇതൊക്കെ ഖുറാഫാത്ത്, അവരൊക്കെ അന്ധവിശ്വാസം പ്രചരിപ്പിക്കുന്ന ആളുകൾ. ഇതൊന്നല്ല, അതല്ലെങ്കിൽ അത് സയൻസ് പറയണം എന്നുള്ളത് പറയാം. ഇതൊന്നും ഒരു മുസ്ലിമിന്റെ നിലപാടല്ല, അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ രീതിയല്ല. അഹ്ലുസുന്നത്ത് വൽ ജമാഅത്ത് എന്നുള്ളത് ഒരു ഹദീസ് സ്വഹിയായി കിട്ടിയാൽ അത് വഹിയാണ്. അത് സമീഅന വഅതാന, ആമന്ന വസല്ലംന, അത് തസ്ലീമും ഇസ്തിസ്ലാം. അത് നമ്മുടെ ബുദ്ധിക്കെതിരാണെങ്കിലും നമ്മുടെ അനുഭവത്തിനെതിരാണെങ്കിലും. അപ്പൊ 2 സംഭവങ്ങൾ ഞാൻ പറഞ്ഞു. ഒന്ന് മുസ്ലിം റളിയല്ലാഹു അൻഹയുടെ സംഭവം, രണ്ടാമത്തേത് ഹുദൈബിയ സന്ധിയുമായി ബന്ധപ്പെട്ട കാര്യം. മൂന്നാമത്തെ ഒരു സംഭവം മൂസാ നബി അലൈഹിസ്സലാം. അദ്ദേഹത്തിന്റെ ചരിത്രം ഒരുപാട് വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ചരിത്രം പറയുന്ന കൂട്ടത്തിൽ ഹദീസുകളിൽ വന്നിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് അദ്ദേഹത്തിന്റെ മരണത്തിന്റെ സന്ദർഭവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ. അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഹദീസിൽ കാണാം, അള്ളാഹു മലക്കുൽ മൗത്തിനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് അയച്ചു. അങ്ങനെ ഹദീസ് ഒന്ന് വായിച്ചു തരാം. ഉർസില മലക്കുൽ മൗത്തി ഇലാ മൂസാ അലൈഹി സ്വലാം. അള്ളാഹു മലക്കുൽ മൗത്തിനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് അയച്ചു. മലക്കുൽ മൗത്തിന്റെ പേര് അസ്റായീൽ. അതൊന്നും പ്രമാണങ്ങളിൽ സ്ഥിരപ്പെട്ടിട്ടില്ല, അതൊന്നും ഹദീസുകളിൽ വന്നിട്ടൊന്നുമില്ല. മലക്കുൽ മൗത്ത് എന്നുള്ളതാണ് ഖുർആനിലും ഹദീസിലും വന്നിട്ടുള്ളത്. മലക്കുകളുടെ പേര്, ചില പേരുകൾ സ്ഥിരപ്പെട്ടിട്ടുണ്ട്, ചില പേരുകൾ സ്ഥിരപ്പെട്ടിട്ടില്ല. അതേപോലെ തന്നെ റഖീബുൻ അതീദ്, അതൊന്നും മലക്കിന്റെ പേരല്ല. അതെന്താണെങ്കിലും നമുക്ക് പിന്നീട് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങളാണ്. അള്ളാഹു മലക്കുൽ മൗത്തിനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് അയച്ചു. ഫലമ്മാ ജാഅഹു സക്ക, മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് മലക്ക് വന്നപ്പോ മൂസാ നബി അലൈഹി സ്വലാം ഒന്ന് കൊടുത്തു, മൂന്തക്കിട്ടൊന്ന് കൊടുത്തു. ഫറജഅ ഇലാ റബ്ബിഹി, അങ്ങനെ മലക്കുൽ മൗത്ത് അള്ളാഹുവിന്റെ അടുത്തേക്ക് വന്നു. ഇതിന്റെ വേറെ ചില റിവായത്തുകളിൽ മുഖമടച്ചൊന്ന് കൊടുത്തപ്പോ മലക്കുൽ മൗത്തിന്റെ കണ്ണ് പൊട്ടി. മലക്കുൽ മൗത്തിന്റെ കണ്ണ് പൊട്ടി, കാഴ്ച പോയി. അങ്ങനെ മലക്കുൽ മൗത്ത് റബ്ബിലേക്ക് തിരിച്ച്, അള്ളാഹുവിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. ഫഖാല അർസൽതനി ഇലാ അബ്ദിൻ ലാ യുരീദുൽ മൗത്ത്. മലക്കുൽ മൗത്ത് അള്ളാഹുവിനോട് ചോദിച്ചു, മരിക്കാൻ ഉദ്ദേശിക്കാത്ത ഒരടിമയുടെ അടുത്തേക്കാണോ എന്നെ പറഞ്ഞയച്ചത്?
ഫറദ്ദല്ലാഹു അലൈഹി ഐനഹു, അള്ളാഹു മലക്കുൽ മൗത്തിന്റെ കാഴ്ച തിരിച്ചു കൊടുത്തു. വക്കാല, എന്നിട്ട് പറഞ്ഞു, ഇർജ്, ഒന്നുകൂടി തിരിച്ചു ചെല്ല്, മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് ഒന്നുകൂടി തിരിച്ചു ചെല്ല്. ഇവിടെ മലക്കുൽ മൗത്തിന്റെ കണ്ണടിച്ചു പൊട്ടിച്ചു ഹദീസിന്റെ വാചകാണ്. മലക്ക് മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. ആയിട്ട് ബന്ധപ്പെട്ട വിശദീകരണങ്ങളിലേക്ക് പോലും സമയം ഉണ്ടാവില്ല. മനുഷ്യന്റെ രൂപത്തിലാണ് മലക്കുൽ മൗത്ത് വന്നത്. മനസ്സിലാകുന്നുണ്ടല്ലോ? ഞാനതിന്റെ ബാക്കി വായിക്കാം. അങ്ങനെ വീണ്ടും മലക്കുൽ മൗത്തിനെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് തിരിച്ചയച്ചു. ഫഖുല്ലഹു, എന്നിട്ട് അള്ളാഹു പറഞ്ഞു, മൂസാനോട് പറയണം, യലൗ യദഹു അലാ മത്തിനി സൗരിൻ ഫലഹു ബികുല്ലി മാ ഖത്തത ബിഹി യദഹു ബികുല്ലി ശഅറത്തിൻ സന. ഒരു കാളയുടെ പുറത്ത് കൈവെക്കണം. ആ കൈവെക്കുന്ന സ്ഥലത്ത് എത്ര രോമങ്ങളുണ്ടോ ഓരോ രോമത്തിനും ഓരോ വർഷം കിട്ടും. അത്ര കാലം നിനക്ക് ദുനിയാവിൽ ജീവിക്കാം എന്നത് പറയണം. അങ്ങനെ മലക്കുൽ മൗത്ത് രണ്ടാമത് മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് വന്നു. ഖാല ഐ റബ്ബി സുമ്മ മാതാ. മലക്ക് വന്നു മൂസാ നബി അലൈഹി സ്വലാമിനോട് ഈ കാര്യം പറഞ്ഞു. ഒരു സൗറിന്റെ പുറത്ത് കൈവെക്കണം. ആ വെക്കുന്ന ഭാഗത്ത് എത്ര രോമങ്ങളുണ്ടോ ആ ഓരോ രോമത്തിനും ഓരോ വർഷമാണ് നിനക്ക് ജീവിക്കാൻ അനുവാദമുള്ളത്. ഈ ദുനിയയിൽ അത്ര കാലത്തോളം നിനക്ക് ജീവിക്കാം. ആ മൂസാ നബി അലൈഹി സ്വലാം തിരിച്ചു ചോദിച്ചു, പിന്നീട് എന്താണ്? അതിനുശേഷം പിന്നീട് എന്ത് സംഭവിക്കും? അതല്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഖാല സുമ്മൽ മൗത്ത്, അതിനുശേഷം മരിക്കും. ഖാല, അപ്പൊ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, ഫൽ ആൻ, അങ്ങനെയാണെങ്കിൽ ആ മരണം ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ. അപ്പൊ ആദ്യത്തെ തവണ ഈ കാര്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മനുഷ്യന്റെ രൂപത്തിൽ വന്നതുകൊണ്ട് തന്നെ മൂസാ നബി അലൈഹി സ്വലാം ഒന്ന് കൊടുത്തതാണ്, അതുകൊണ്ട് കണ്ണുപൊട്ടിയതാണ്. അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നെ മനസ്സിലാക്കാം. ആ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, എങ്കിൽ അങ്ങനെയാണെങ്കിൽ എനിക്ക് ഈ ദുനിയാവിൽ ഇനി ജീവിക്കണമെന്നില്ല. കാരണം അള്ളാഹു മരണത്തെക്കുറിച്ചുള്ള അറിയിപ്പ് കൊടുത്തു. ആദ്യ പ്രാവശ്യം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ അതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാവും. എന്താണെങ്കിലും അപ്പോ അങ്ങനെയാണെങ്കിൽ മൂസാ നബി അലൈഹി സ്വലാം പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ തന്നെ മരണമായിക്കോട്ടെ. ഫസഅലല്ലാഹു അൻ യുദ്നിയഹു മിനൽ അർദിൽ മുഖദ്ദസ റമ്യത്തൻ ബിഹജറത്തിൻ. മൂസാ നബി അലൈഹി സ്വലാം അള്ളാഹുവിനോട് ഒരു കാര്യം ആവശ്യപ്പെട്ടു, എനിക്ക് ദുനിയാവിൽ കൂടുതൽ കാലം ജീവിക്കണം എന്നില്ല, അങ്ങനെയാണെങ്കിൽ മരണം ഇപ്പോൾ തന്നെ ആയിക്കോട്ടെ. പക്ഷെ ഒരു കാര്യം ചെയ്യണം, എന്നെ ആ ബൈത്തുൽ മുഖദ്ദസിലേക്ക് എന്നെ അടുപ്പിക്കണം. അതിന് ഹദീസിൽ പറഞ്ഞത് എത്രത്തോളം? റമ്യത്തൻ ബിഹജറിൻ, ഒരാൾ ഒരു കല്ലെറിഞ്ഞാൽ, മൂസാ നബി അലൈഹി സ്വലാമിന്റെ ഖബറിൽ നിന്ന് ഒരു കല്ലെറിഞ്ഞാൽ ആ കല്ല് ബൈത്തുൽ മഖ്ദിസിൽ അത്ര ദൂരത്ത് ആയിരിക്കണം എന്റെ ഖബർ എന്നുള്ളത് പറഞ്ഞു. അത്രത്തോളം എന്നെ ബൈത്തുൽ മഖ്ദിസിലേക്ക് അടുപ്പിക്കണം എന്നുള്ളത് അള്ളാഹുവിനോട് പറഞ്ഞു. കാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, എന്നിട്ട് പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഞാൻ അവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ ഖബർ കാട്ടിത്തരുമായിരുന്നു എന്ന് പറയുന്ന ഹദീസ്. അപ്പൊ അതിന്റെ വിശദീകരണങ്ങൾ നമുക്ക് പിന്നെ നോക്കാം. ഈ ഹദീസ് ഇപ്പൊ നമ്മൾ തന്നെ ചിലപ്പോൾ കേൾക്കുമ്പോ ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത് ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്, ഒക്കെ ഹദീസ് മുത്തഫഖുൻ അലൈഹി ആയിട്ടുള്ള ഹദീസാണ്. ഇപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു വരുന്നത് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ ഈ വിഷയത്തിലുള്ള അസ്ൽ എന്താന്നുള്ളതാണ്. അതൊക്കെ പഠിച്ച ആളുകളും ഇതൊക്കെ ഇപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളത് ചോദിക്കും. അപ്പൊ ഞാൻ വായിച്ചിട്ടുള്ളത് ബുഖാരി എന്നുള്ളതാണ്. മുസ്ലിമിൽ ഇത് വേറെ ചില ചെറിയ വ്യത്യാസങ്ങളോടുകൂടി വന്നിട്ടുണ്ട്. ഇപ്പൊ ഹദീസുകളൊക്കെ അംഗീകരിക്കണം, അതാണ് അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ആമന്ന സല്ലംന സമിഅന വഅതഅന എന്നൊക്കെ അംഗീകരിക്കുന്ന ആളുകൾ പോലും ഈ ഹദീസൊക്കെ കേൾക്കുമ്പോ എന്താണെങ്കിലും ബുഖാരി പറഞ്ഞതല്ലേ, ഖുറാനിന്റെ ആയത്തൊന്നുമല്ലല്ലോ, മലക്കുൽ മൗത്തിന്റെ കണ്ണൊക്കെ മൂസാ നബി അലൈഹി സ്വലാം അടിച്ചു പൊട്ടിച്ചു എന്ന് പറയുമ്പോ ഇതൊക്കെ നമ്മൾ അംഗീകരിക്കേണ്ടതുണ്ടോ എന്നുള്ളൊരു ചോദ്യം, ഒരു സംശയം പലരുടെയും മനസ്സിൽ വരും. സംഗതി ബുഖാരിയൊക്കെ ഉദ്ധരിച്ചു തന്നെയാണ്, പക്ഷെ ഖുറാന്റെ ആയത്തൊന്നുമല്ലല്ലോ. അങ്ങനെയാണ് ചില ആളുകൾ ചോദിക്കാറുള്ളത്. ഖുറാനിന്റെ ആയത്തൊന്നുമല്ലല്ലോ, ഇത് പണ്ട് നിഷേധിച്ചാൽ ഇപ്പൊ നമ്മൾ കാഫിറായിത്തീരുന്നല്ലോ. ഇത് ബുഖാരിയിൽ ഉദ്ധരിച്ചതാണോ എന്നുള്ളത് ചോദിക്കാൻ വയ്യ. കാരണം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. എന്നാലും നിങ്ങൾ മനസ്സിലാക്കിക്കോളിയും, ഈ ഹദീസ് പണ്ഡിതന്മാർ കൊണ്ടുവന്നിട്ടുള്ളത്, അഹ്ലുസുന്നത്തിന്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്, ഒരാള് അഹ്ലുസുന്നത്തിലാണോ അല്ലേ എന്നുള്ളത് തീരുമാനിക്കുന്ന ഒരു ഹദീസാണത്. ഒരാൾ ഈ ഹദീസിനെ അംഗീകരിക്കുകയാണോ അവൻ അഹ്ലുസുന്ന, ഒരാൾ ഈ ഹദീസിനെ നിഷേധിക്കുകയാണോ, ഈ ഹദീസിനെ തള്ളുകയാണോ അവൻ മുബ്തദിയാണ്.
മുബ്തദി എന്നുള്ളത് മാത്രമല്ല ഉലമാക്കൾ പറഞ്ഞിട്ടുള്ളത്, അവൻ മതവിരോധിയാണ്. അപ്പൊ അഹ്ലുസുന്നത്തിനെയും അഹ്ലുൽ ബിദ്അനെയും വേർതിരിക്കാനുള്ള ഒരു മാനദണ്ഡമായിട്ടാണ് അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതാണ് അഹ്ലുസുന്നത്തിന്റെ നിലപാട്. ഹദീസ് സ്വഹീഹാണോ? സമീഅനാ വഅതഅനാ ആമന്നാ വസല്ലംനാ. ഇതിന്റെ വിശദീകരണങ്ങളിലേക്ക് പോയാൽ നിങ്ങൾക്ക് ഇതിന്റെ കാര്യങ്ങൾ ബോധ്യപ്പെടും എന്താണെന്നുള്ളത്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് മലക്കുകൾ വന്നപ്പോൾ അദ്ദേഹം ഒരു ഇജിലിനെ അറുത്ത് കൊടുത്തു എന്നുള്ളത് ഖുർആനിൽ വന്നതല്ലേ? അതിന് മനുഷ്യന്റെ രൂപത്തിലാണ് വന്നത്. ഇതേപോലെ മൂസാ നബി അലൈഹി സ്വലാമിന്റെ വീട്ടിലേക്ക് ഒരു മനുഷ്യൻ വന്നിട്ട് ഞാൻ എന്നെ മരിപ്പിക്കാൻ പോകുകയാണെന്ന് പറഞ്ഞാലും എനിക്ക് സ്വാഭാവികമായിട്ട് അടിച്ചു, മുഖത്തടിക്കും, കണ്ണ് പൊട്ടിപ്പോയി. അതൊക്കെ സ്വാഭാവികമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. രണ്ടാം പ്രാവശ്യം അള്ളാഹുവിന്റെ കൽപ്പനയോട് കൂടിയിട്ട് വന്നിട്ട് ഇത് ഇന്ന രൂപത്തിലൊക്കെ അള്ളാഹു പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കൊടുത്തു. അദ്ദേഹം മരിക്കാൻ സന്നദ്ധനായി. ഇതുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ വേറെ വരുന്നുണ്ട്. ഞാൻ പറയുന്നത് ഈ ഹദീസ് ഇതൊക്കെ അംഗീകരിക്കുന്ന ആളുകൾക്കും ഇതൊക്കെ അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ ഏറ്റവും കൂടുതൽ ആളുകൾ ദുരുപയോഗം ചെയ്യുന്നത് ഓറിയന്റലിസ്റ്റുകളാണ്, ഇസ്ലാമിന്റെ ശത്രുക്കളാണ്, യുക്തിവാദികളാണ്. ഈ ഹദീസിനെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ് എന്നുള്ളത് സ്ഥാപിക്കുന്നതിന് വേണ്ടി കൊണ്ടുവരുന്ന ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവരുന്ന ഹദീസാണിത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ്. കാരണം വളരെ കുറച്ചു കാലം മാത്രമാണ് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഉണ്ടായിരുന്നത്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഇസ്ലാമൊന്നും സ്വീകരിക്കുന്ന കാലഘട്ടം അല്ലെ, വളരെ പിൽക്കാലഘട്ടത്തിൽ. അതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളിലേക്ക് പോകുന്നില്ല. അപ്പൊ ഇതൊക്കെ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു കളവ് പറഞ്ഞുണ്ടാക്കിയ ഹദീസുകളാണ്. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ജൂതനാണ് എന്നുള്ളതിന് തെളിവ് കൊണ്ടുവരുന്ന ഹദീസാണ്. ഞാൻ അതിന്റെ 1-2 വിശദീകരണങ്ങൾ പറഞ്ഞുതരാം. ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, ഖുർത്തുബി ഈ ഹദീസിന്റെ ഷർഹിൽ അദ്ദേഹം പറയണം, വലമ്മാ ദഹറ ഹാദാ മിൻ ഹാദൽ ഹദീസ് ശന്നഅഹുൽ മുൽഹിദ. ഇതിനെ എതിർക്കുന്നത്, ഈ ഹദീസിനെ പുച്ഛത്തോടു കൂടിയിട്ട് ഈ ഹദീസിനെ പുച്ഛിക്കുന്നത് ആരാണ്? അൽ മുൽഹിദ, നിർമ്മിതവാദികളാണ് ഈ ഹദീസിനെ പുച്ഛിക്കുന്നത്. അദ്ദേഹം ആ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറയണം, ശ്രദ്ധിച്ച് മനസ്സിലാക്കിക്കോ. ഖുർത്തുബിയുടെ പ്രയോഗം ശന്നഅതുഹു അൽ മുൽഹിദ, നിർമ്മിതവാദത്തിന്റെ ആളുകളാണ് ഈ ഹദീസിനെ പുച്ഛിക്കുന്നതും മോശമാക്കുന്നതും. വഖാലു, അവരുടെ വാദം, ഇന്ന ഹാദാ കുല്ലുഹു മുഹാലുൻ വലാ യസിഹു, ഇതൊക്കെ അസംഭവ്യമാണ്, അതുകൊണ്ട് ഇതൊന്നും ശരിയല്ല എന്നുള്ളതാണ് അവരുടെ വാദം. ആരുടെ വാദം? നിർമ്മിതവാദികളുടെ വാദം, അഹ്ലുസുന്നത്തിന്റെ വാദമല്ല, മതവിരോധികളുടെ വാദം അതാണ്. ആരാ പറഞ്ഞത്? ഖുർത്തുബി റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നുൽ ജൗസി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, വഖദ് ഇഅ്തറള, എതിർത്തിട്ടുണ്ട്, ബഅദുൽ മുൽഹിദീൻ, ചില നിരീശ്വരവാദികൾ, ചില നിർമ്മിതവാദികൾ, അല ഹാദൽ ഹദീസ്, ഈ ഹദീസിനെ, ബിഅർബഅത്തി അശ്യാഇൻ, 4 കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അവർ ഈ ഹദീസിനെ എതിർത്തിട്ടുണ്ട്. ആരാ എതിർത്തത്? അഹ്ലുസുന്നത്തിന്റെ ആൾക്കാരല്ല, നിർമ്മിതവാദികളാണ്, മതവിരോധികളാണ് ഈ ഹദീസിനെ എതിർത്തിട്ടുള്ളത്. ഇബ്നു ഖുസൈമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ഈ ഹദീസിനെ വിശദീകരിച്ചിട്ട് പറഞ്ഞു, അൻകറ, എതിർത്തിട്ടുണ്ട്, ബഅദു അഹ്ലിൽ ബിദ്അഇ, ബിദ്അത്തിന്റെ ചില ആൾക്കാർ ഈ ഹദീസിനെ എതിർത്തിട്ടുണ്ട്. മനസ്സിലാക്കിക്കോളെ. വൽ ജഹ്മിയ, ജഹ്മികൾ ഈ ഹദീസിനെ എതിർത്തിട്ടുണ്ട്. ആദൽ ഹദീസ്, ഈ ഹദീസിനെ, വദഫഉഹു, അവർ ഈ ഹദീസിനെ തള്ളിയിട്ടുണ്ട്. ഈ ഹദീസിനെ തള്ളിയത് 1 ബിദ്അത്തിന്റെ ആൾക്കാർ, 2 ജഹ്മികൾ. ആരാ പറഞ്ഞത്? ഇബ്നു ഖുസൈമ. ഇബ്നു ഖുസൈമ പറഞ്ഞത്. ഇനി അദ്ദേഹത്തിന്റെ ശിഷ്യനാണ് ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി. ഇബ്നു ഹിബ്ബാൻ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഈ ഹദീസ് അദ്ദേഹം കൊണ്ടുവരുന്നതിന് ഒരു ബാബ് കൊടുക്കുന്നുണ്ട്, ഒരു അധ്യായത്തിന്റെ പേര്. ആ അധ്യായത്തിന്റെ പേരെന്താ അറിയോ? ദിക്റു ഖബരിൻ, ഖബറിനെ കുറിച്ച് പറയുന്ന അധ്യായം. ശുന്നിഅ ബിഹി, ആ ഹദീസിനെ പുച്ഛിക്കുന്നു, പരിഹസിക്കുന്നു. അലാ മുൻതഹിലി സുനനിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിനെ പിൻപറ്റുന്ന ആളുകൾ, അത് അനുധാവനം ചെയ്യുന്ന ആളുകളെ പരിഹസിക്കുന്നതിന് വേണ്ടി ചില ആളുകൾ കൊണ്ടുവരുന്ന ഖബറിനെ സംബന്ധിച്ച് പറയുന്ന അധ്യായം, ബാബ്. ആരാണ് അതിനെ പരിഹസിക്കുന്നത്? മൻ ഹുരിമ തൗഫീഖ, അവര് തൗഫീഖ് നഷ്ടപ്പെട്ടവരാണ്. അല്ലെ ഇദറാക്കി മഅനാഹു, ഈ പറഞ്ഞ ഹദീസിന്റെ മഅന
മനസ്സിലാക്കാൻ കഴിയാതെ അതിന്റെ തൗഫീഖ് നഷ്ടപ്പെട്ട ആളുകളാണ് എന്ത് ചെയ്യുന്നത്? ഈ ഹദീസിനെ എതിർക്കുന്നതും പരിഹസിക്കുന്നതും പുച്ഛിക്കുന്നതും. അങ്ങനെയുള്ള ഒരു ഖബറിനെ പറ്റി പറയുന്ന ബാബിലാണ് ഇബ്നു ഹിബ്ബാൻ ഈ ഹദീസ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇബ്നു ഖുദാമ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം ചില കാര്യങ്ങൾ ഇങ്ങനെ വിശദീകരിച്ച് പറയുന്നുണ്ട്. വൈജിബുൽ ഈമാനു ബിക്കുല്ലി മാ അഖ്ബറ ബിഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള എല്ലാ ഖബറുകളും അത് സ്വീകരിക്കുക എന്നുള്ളത്, അതിൽ ഈമാൻ കൊള്ളുക എന്നുള്ളത് നിർബന്ധമാണ്. വസഹബിഹി അന്നഖൽ അൻഹു, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉദ്ധരിച്ചിട്ടുള്ള എല്ലാം ഫീമാ ഷാഹദിനാഹു, നമ്മളത് കണ്ടാലും ഔഗാബ അന്ന, അല്ലെങ്കിൽ നമ്മളത് കണ്ടിട്ടില്ലെങ്കിലും, നമ്മൾ കണ്ടാലും ശരി കണ്ടിട്ടില്ലെങ്കിലും ശരി അത് വിശ്വസിക്കുക എന്നുള്ള നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അലം, നമ്മൾ അറിയണം, അന്നഹു ഹക്കുൻ, അങ്ങനെ ഒരു ഹദീസ് വന്നിട്ടുണ്ടെങ്കിൽ അത് ഹക്കാണ്. വാ സിദ്ഖുൻ, അത് സത്യമാണ്. വസവാഉൻ, സമമാണ്. ഫീദാലിക മാ അഖൽനാഹു വജഹിൽനാഹു, അത് നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും നമ്മുടെ ബുദ്ധിക്ക് അതിന്റെ ആശയം മനസ്സിലായിട്ടില്ലെങ്കിലും നമ്മളത് സത്യപ്പെടുത്തണം. വലനത്തലി അല ഹഖീഖത്തി മഅനാഹു, അതിന്റെ യഥാർത്ഥത്തിലുള്ള മഅന എന്താണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ലെങ്കിലും എന്താണ്, അത്തരത്തിലുള്ള ഹദീസുകൾ സ്വഹീഹായി കിട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ വിശ്വസിക്കുക എന്നുള്ളത് നിർബന്ധമാണ്. എന്നിട്ട് അദ്ദേഹം അതിന് ഉദാഹരണം കൊണ്ടുവരുന്നത് ഏതാറിയോ? ഒന്ന് മിഅറാജിന്റെ ഹദീസ്, പിന്നെ ദജ്ജാലിന്റെ ഹദീസ്. ആ ദജ്ജാലിന്റെ ഹദീസിന് നമുക്ക് പറയണ്ടേ? ഈസാ നബി അലൈഹി സ്വലാമിന്റെ നുസൂല്, യഅജൂജ് മഅജൂജ്, അതിൽ പറയുന്ന ഒരു ഹദീസ് വമിൻ ദാലിക, അതിൽപ്പെട്ടതാണ് അന്ന മലക്കൽ മൗത്തി ലമ്മാ ജാഅ ഇലാ മൂസാ നബി അലൈഹി സ്വലാമിന്റെ അടുത്തേക്ക് വന്നപ്പോ ലിയഖ്ബില റൂഹഹു, അദ്ദേഹത്തിന്റെ റൂഹ് പിടിക്കുന്നതിന് വേണ്ടി വന്നപ്പോ ലത്തമഹു ഫഫഖ ഐനഹു, അദ്ദേഹം മുഖത്തൊന്നു കൊടുത്തു. അങ്ങനെ മൂസാവിനെ മലക്കുൽ മൗത്തിന്റെ കണ്ണു പൊട്ടി എന്നുള്ളത്. ഫറജ ഇലാ റബ്ബിഹി, അങ്ങനെ മലക്കുൽ മൗത്ത് റബ്ബിലേക്ക് തിരിച്ചുപോയി എന്നുള്ളത്. ഫറദ്ദ അലൈഹി, അള്ളാഹു ആ മലക്കുൽ മൗത്തിന് കാഴ്ച തിരിച്ചു കൊടുത്തു എന്നുള്ളത് ഇതിന് ഉദാഹരണമാണ്. ഏത്? നമ്മുടെ ബുദ്ധിക്ക് യോജിച്ചാലും നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലായിട്ടില്ലെങ്കിലും ഹദീസ് സ്വഹീഹാണോ അത് സ്വീകരിക്കൽ നിർബന്ധമാണ്. ആരാ പറയുന്നത്? ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹ്മത്തുള്ളാഹി അലൈഹി. ഇതാണ് അഹ്ലുസുന്നത്ത് എന്ന് പറയുന്നത്. മനസ്സിലാണ്ടല്ലോ? സ്വഹീഹാണോ അംഗീകരിക്കുക, ഹദീസ് സ്വഹീഹാണോ അംഗീകരിക്കുക. കാരണം അത് വഹിയാണ്, ഹദീസ് എന്നുള്ളത് വഹിയാണ്. മനസ്സിലാണ്ടല്ലോ? ഹദീസ് എന്നുള്ളത് വഹിയാണ്. അത് മനസ്സിലാക്കിയാൽ തന്നെ പകുതി പ്രശ്നങ്ങൾ തീരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു കാര്യം സംസാരിക്കുന്നുണ്ടെങ്കിൽ അത് വഹീന്റെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും. ചിലപ്പോൾ നമ്മുടെ അനുഭവത്തിനെതിരാവും, ബുദ്ധിക്കെതിരാവും, യുക്തിക്കെതിരാവും, നമുക്ക് ചിലപ്പോൾ തന്നെ ഉൾക്കൊള്ളാൻ പറ്റിക്കൊള്ളുന്നില്ല. ഈ മലക്കുൽ മൗത്തിന്റെ ഹദീസിനെ തള്ളുന്ന ആളുകളുണ്ട്. നേരത്തെ പറഞ്ഞ ആൾക്കാരുണ്ടല്ലോ, ഈച്ചന്റെ ഹദീസിനെ കളിയാക്കുന്ന ആൾക്കാർ, അജുവാക്കാരകനെ പരീക്ഷിക്കുന്ന ആൾക്കാർ, അവർക്കൊന്നും ഈ ഹദീസ് സ്വീകാര്യമല്ല. അവരൊക്കെ ഹദീസിനെ നിഷേധിക്കുന്നുണ്ട്. പക്ഷേ ഈ ഹദീസ് ഒരാൾ അഹ്ലു സുന്നത്താണോ അതല്ല വിദേഹത്തിൽപ്പെട്ട ആൾ അഹ്ലുൽ വിദേഹത്താണോ എന്നുള്ളത് തിരിച്ചറിയാനുള്ള അടയാളമായിട്ട് ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത്. ചിലപ്പോൾ ഇത്തരത്തിലുള്ള ഹദീസുകൾ വെക്കുമ്പോൾ നമുക്ക് തന്നെ അതൊക്കെ ഇപ്പൊ നമ്മൾ അംഗീകരിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് തോന്നിപ്പോ. അപ്പൊ ഇത് സ്വഹീഹാണോ അംഗീകരിക്കാൻ, കാരണം അത് വഹിയാണ്. അപ്പൊ ഇതാണ് ഈ വിഷയത്തിലുള്ള അഹ്ലു സുന്നത്തി വൽ ജമാഅത്തിന്റെ നിലപാട്. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം ഇൻഷാ അല്ലാഹ്.